السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മെ ഒരേ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വെച്ച് നമ്മെ വിചാരണ ചെയ്യുന്നവനുമായ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, തഖ്വയുള്ള ആളുകളായി ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ്
നിർഭയത്വത്തോടുകൂടി വ്യക്തി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഒരാളെയും ഭയപ്പെടാതെ നമ്മുടെ അവകാശങ്ങൾ വാങ്ങിക്കൊണ്ട് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തരമായ ഒരു അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, ആരാണോ രാവിലെ എണീക്കുമ്പോൾ നിർഭയത്വത്തോടുകൂടി ആരെയും ഭയപ്പെടാത്ത ഒരവസ്ഥയിൽ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ഒരു സൃഷ്ടികളെയും ഭയപ്പെടാത്ത ആ ഒരു അവസ്ഥയിൽ നിർഭയത്വത്തോടുകൂടി ആർക്കാണോ എഴുന്നേൽക്കാൻ സാധിക്കുന്നത്, മുആഫൻ ഫീ ജസദിഹി, അതേപോലെ നല്ല ആരോഗ്യത്തോടുള്ള ശരീരം കൊണ്ട് എഴുന്നേൽക്കാൻ സാധിച്ചാൽ, ഇൻദഹു ഖൂതു യൗമിഹി, അതേപോലെ അന്നന്ന് ഭക്ഷിക്കാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ടെങ്കിൽ, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, ഈ ദുനിയാവ് മുഴുവനും ലഭിച്ചവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മൂന്ന് അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും മഹത്തരമായ ഒരു അനുഗ്രഹമാണ് നിർഭയത്വം എന്നുള്ളത്, വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത്. എന്നാൽ നമ്മുടെ ഈ ഒരു രാജ്യം 79 വർഷങ്ങൾ പിന്നിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിലും അവരുടെ അടിച്ചമർത്തലുകളിലും ഈ ഇന്ത്യയിലുള്ള ആളുകൾ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് പണ്ട് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ നേതാക്കളും നമ്മുടെ ഉലമാക്കളും എല്ലാവരും കൂടി വിവിധ മതസ്ഥരായ ആളുകളിൽപ്പെട്ട നേതാക്കളും ഉലമാക്കളും അവരെല്ലാം അവരുടെ കഠിന പരിശ്രമം കൊണ്ട്, അവരുടെ ത്യാഗ പരിശ്രമം കൊണ്ട്, സമ്പത്തും ശരീരവും അവർ ചെലവഴിച്ചുകൊണ്ട് ഈ ഒരു രാജ്യത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം കിട്ടാൻ അവർ അധ്വാനിച്ചു എന്നുള്ളതും ആ ഒരു അധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് ഈ ഇന്ത്യ രാജ്യം മുഴുവനും സന്തോഷ പ്രകടനം, സ്വാതന്ത്ര്യ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ഒരു സ്വാതന്ത്ര്യം എന്ന ഈ ഒരു അനുഗ്രഹം ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്, അതേപോലെ ഈ ഒരു നാടിനോടുള്ള ബാധ്യത സത്യവിശ്വാസി എന്ന നിലക്ക് എന്താണ് അതിനുള്ള കടപ്പാട്, കടമകൾ എന്നുള്ളതാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മഹത്തരമായ ഒരു അനുഗ്രഹമാണ്. ബ്രിട്ടീഷുകാരുടെ ആ ഒരു അടിമത്വത്തിൽ നിന്ന്, അടിച്ചമർത്തലുകളിൽ നിന്ന് നമ്മുടെ നേതാക്കളുടെയും ഉലമാക്കളുടെയും കഠിനാധ്വാനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തരമായ അനുഗ്രഹം. ഈ ഒരു അനുഗ്രഹത്തെ നമ്മൾ ഓർക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം നോക്ക് നിങ്ങൾ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത ബനൂ ഇസ്രായേലുകൾ അവർ ഫിർഔനിന്റെ അടിമത്വത്തിലും ഫിർഔൻ നൽകുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബനൂ ഇസ്രായേലുകളെ ഫിർഔനിന്റെ ആ ഒരു അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ആ ഒരു അനുഗ്രഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞുകൊണ്ട് ബനി ഇസ്രായേലുകളോട് പറഞ്ഞു, യാ ബനി ഇസ്രായീല ദുഖുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഓ ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയ ആ ഒരു അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. ഞാൻ നിങ്ങൾക്ക് നൽകിയ ആ ഒരു അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക. എന്താണ് ആ അനുഗ്രഹം? വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമുനകും സൂഅൽ അദാബ്, ഫിർഔൻ അവന്റെ കൂട്ടരും നിങ്ങൾക്ക് വലിയ പ്രയാസപ്പെടുത്തുന്ന ശിക്ഷകൾ അവർ നിങ്ങൾക്ക് നൽകുമായിരുന്നു. അതേപോലെ യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും, നിങ്ങളുടെ ആൺമക്കളെ കൊല ചെയ്യുകയും അതേപോലെ സ്ത്രീകളെ ജീവനോട് വിടുകയും, വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അദീം, അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയൊരു പരീക്ഷണമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. എന്നാൽ വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ ഫഅൻജൈനാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ കടലിനെ രണ്ട് പിളർപ്പാക്കി നിങ്ങളെ രക്ഷപ്പെടുത്തുകയും അതേപോലെ ഫിർഔനിന്റെ കൂട്ടരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കി നശിപ്പിച്ചതും, അങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുത്തിയ ആ ഒരു അനുഗ്രഹം, അങ്ങനെ നിങ്ങളെ സ്വതന്ത്രമാക്കിയ ആ ഒരു അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അതൊരു മാതൃകയാക്കി നമ്മളെ പഠിപ്പിക്കുകയാണ്.
അപ്പൊ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു സ്വാതന്ത്ര്യമാണ്, അനുഗ്രഹമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു അനുഗ്രഹത്തെ നമ്മൾ തിരിച്ചറിയുകയും ആ ഒരു സ്വാതന്ത്ര്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ ഒരു അനുഗ്രഹത്തിന് ധാരാളമായി നന്ദി കാണിക്കുന്ന ആളുകളായി നമ്മൾ മാറുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയതഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ച ആ ഒരു സന്ദർഭം നിങ്ങൾ ആലോചിക്കുക. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, അത് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അതല്ല വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ അത് ഓർക്കാതെ നന്ദികേട് കാണിച്ച് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തരമായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന് നന്ദിയുള്ള ആളുകളായി നമ്മൾ ജീവിക്കുക എന്നുള്ളത്. അതേപോലെ രണ്ടാമത്തെ വിഷയം എന്നുള്ളത്, നമ്മൾ ജനിച്ചു വളർന്ന ഈ ഒരു നാട്, നമുക്ക് ജീവിക്കാനുള്ള സ്ഥലം നൽകിയ, നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം നൽകിയിട്ടുള്ള, ഈ ഒരു അവസരം നൽകിയ ഈ ഒരു നാടിനെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മുശ്രിക്കുകളുടെ പ്രയാസങ്ങൾ, അതേപോലെ മക്ക മുശ്രിക്കുകൾ നൽകുന്ന, മക്ക മുശ്രിക്കുകൾ ശത്രുക്കളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനമായി മർദ്ദിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയെ വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭം. ആ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, മാ അത്യബകി മിൻ ബലദിൻ വഅഹബ്ബകി ഇലയ്യ, ഓ മക്ക, നീ എത്ര നല്ലൊരു നാടാണ്. മിൻ ബലദിൻ വഅഹബ്ബകി ഇലയ്യ, എനിക്ക് ഈ മക്ക, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലൗല അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി, ഈ നാട്ടിലുള്ള ആളുകൾ എന്നെ പുറത്താക്കുമായിരുന്നില്ല എങ്കിൽ ഒരിക്കലും ഞാൻ ഈ നാട് വിട്ട് വേറെ നാട്ടിലേക്ക് പോകുമായിരുന്നില്ല. അത്രയും നിന്നോട് എനിക്ക് ഇഷ്ടമാണ്, സ്നേഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനിച്ചു വളർന്ന ആ നാടിനോടുള്ള സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുകയാണ്. അത്രത്തോളം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുവാനും നമ്മളെ താമസിക്കുവാനും നമുക്കുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുന്ന ഈ ഒരു നാടിനെ അങ്ങേയറ്റം സ്നേഹിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മദീനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കഹുബ്ബിനാ മക്കത ഔ അശദ്ദ. അല്ലാഹുവേ, മക്കയോടുള്ള ആ ഒരു സ്നേഹം എങ്ങനെയായിരുന്നോ അതിനേക്കാളും ഏറ്റവും കൂടുതലായിട്ടുള്ള സ്നേഹം അല്ലാഹുവേ ഈ മദീനയോട് നമുക്ക് നീ നൽകണമേ. വസഹിഹാ വബാരിക് ലനാ ഫീ സ്വാഇഹാ വമുദ്ദിഹാ, അല്ലാഹുവേ നമ്മുടെ അളവിലും തൂക്കത്തിലും കച്ചവടത്തിലും അല്ലാഹുവേ നീ നമുക്ക് ബർക്കത്ത് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നാടായ മദീനക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ ഈ നമുക്ക് ജീവിക്കാൻ സൗകര്യം നൽകിയ ഈ ഒരു ഇന്ത്യ രാജ്യം, അതേപോലെ നമുക്ക് ഭക്ഷണം നൽകുന്ന, നമുക്ക് താമസ സൗകര്യം ഒരുക്കി തന്നിട്ടുള്ള ഈ ഒരു നാടിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതിന്റെ നന്മക്കും ആരോഗ്യത്തിനും അതിന്റെ ഐശ്വര്യത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ശാന്തിക്ക് വേണ്ടിയും നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, ബാധ്യതയാണ്. അതേപോലെ മൂന്നാമത്തെ വിഷയം എന്നുള്ളത്, ഈ ഒരു നാട്, ഈ ഒരു രാജ്യം നമുക്ക് നൽകുന്ന മതസ്വാതന്ത്ര്യം എന്നുള്ളത്. അതായത് നമ്മൾ മുസ്ലിമാണെങ്കിൽ ആ മുസ്ലിമായ രൂപത്തിൽ ഇസ്ലാം എന്താണോ കൽപ്പിക്കുന്നത് അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സൗകര്യം, ഒരു സ്വാതന്ത്ര്യം ഈ നാട് നമുക്ക് നൽകുന്നു എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മുടെ ചുറ്റിലും മറ്റുള്ള രാജ്യങ്ങളിൽ ഇസ്ലാം അനുസരിച്ച് മുസ്ലിം എന്ന് പറഞ്ഞ് ജീവിക്കാൻ പോലും സാധിക്കാത്ത ആ ഒരു അവസ്ഥയിലാണ് മറ്റുള്ള നാടുകളിൽ നമുക്ക് ജനങ്ങളെ കാണാൻ സാധിക്കുന്നത്. നമസ്കരിക്കുവാനോ പള്ളികൾ നിർമ്മിക്കുവാനോ ബാങ്ക് കൊടുക്കുവാനോ ഇങ്ങനെയുള്ള ഒരു ഇസ്ലാമിന്റെ ഒരു കാര്യം പ്രവർത്തിക്കാൻ വളരെ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ഈ ഒരു രാജ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് നമുക്ക് നമ്മുടെ ഇസ്ലാമിനനുസരിച്ച് ജീവിക്കുവാനും പള്ളി നിർമ്മിക്കുവാനും ബാങ്ക് കൊടുക്കുവാനും ജുമുഅയും ജമാഅത്തും ഏർപ്പെടുത്തുവാനും അതേപോലെ മദ്രസകൾ സ്ഥാപിക്കുവാനും അതേപോലെ നമ്മുടെ ദീനിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ നാട് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ദീനിൽ മതത്തിന്റെ കാര്യത്തിൽ നിർബന്ധമില്ല. നേർമാർഗം സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് പ്രത്യേകമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മതത്തിന്റെ വിഷയത്തിൽ ഒരു നിർബന്ധവുമില്ല എന്നുള്ള ആ ഒരു തത്വമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതേ ഒരു തത്വമാണ് നമ്മുടെ ഇന്ത്യ ഭരണഘടനയും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് അൽഹംദുലില്ലാഹ് നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ മതസ്വാതന്ത്ര്യം എന്നുള്ള നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ഒരു അനുഗ്രഹത്തെ നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം ഈ നാടിനെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുക. അതേപോലെ ഈ ഒരു സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളുകൾ, മുസ്ലിമുകളാകട്ടെ അതേപോലെ അമുസ്ലിമീങ്ങളായ ആളുകളും അതിൽപ്പെട്ട നേതാക്കളും അതേപോലെ ഉലമാക്കളും ഈ ഒരു നാട്ടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഓർമ്മിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അങ്ങനെ അവർക്ക് നന്ദി കാണിക്കുക. നമുക്ക് ചെയ്തു തന്ന, അതേപോലെ നമ്മുടെ നാടിന് ചെയ്തു തന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ്. നമുക്ക് നിർഭയത്വത്തോടുകൂടി ആരെയും പേടിക്കാതെ നമ്മുടെ മതസ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ആ ഒരു നേട്ടം നമുക്ക് നേടിത്തന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഉപകാരമാണ്. അതിന് നമ്മൾ നന്ദി കാണിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യശ്കരിൻ നാസ ലം യശ്കരില്ലാഹ്. ആരാണ് ജനങ്ങൾക്ക് നന്ദി കാണിക്കാത്തത് അവൻ അല്ലാഹുവിനും നന്ദി കാണിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും വലിയ ഉപകാരം ചെയ്തു തന്ന നമ്മുടെ മുസ്ലിമീങ്ങൾപ്പെട്ട ധാരാളം നേതാക്കളും മൗലാന അബ്ദുൽ കലാം ആസാദ്, അതേപോലെ മുഹമ്മദ് ജവഹർ, അതേപോലെ ഉമർ ഖാദി, അതേപോലെ KM മൗലവി എന്ന് തുടങ്ങി മഹാ ഉലമാക്കളും അതേപോലെ നേതാക്കളും ഈ ഒരു കാര്യത്തിൽ അവർ പങ്കെടുക്കുകയും ചില ആളുകൾ ഷഹീദാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഓർക്കുകയും അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് അവർക്ക് കാണിക്കുന്ന ഒരു നന്ദി എന്നുള്ള നിലക്ക് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർ ചെയ്ത ആ ഒരു കർമ്മത്തിന് തക്കതായ പ്രതിഫലം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലി ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وعلى آله وصحبه ومن والاه أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒന്നാമത്തെ ഖുതുബയിൽ സ്വാതന്ത്ര്യം എന്ന അനുഗ്രഹത്തെ സംബന്ധിച്ചും അതേപോലെ ഈ രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹം, ആ ഒരു ബാധ്യത എത്രത്തോളം ഉണ്ടായിരിക്കണം എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കി. അതേപോലെ ഈ ഒരു നാടിന്റെ ഒരു നല്ല ഒരു പൗരൻ എന്ന നിലക്കും ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്ന നിലയിൽ ഈ രാജ്യത്തോടുള്ള കടപ്പാടുകൾ, അതിന്റെ ഉത്തരവാദിത്വങ്ങൾ എന്താണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു നാടിന്റെ ശാന്തിക്കും സമാധാനത്തിനും ഐശ്വര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക, പണിയെടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നല്ല മനുഷ്യന്മാരായി, സ്നേഹികളായി ജീവിക്കുക എന്നുള്ളത്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ അയൽവാസികളോടൊപ്പം നല്ല രൂപത്തിൽ, നല്ല സ്നേഹത്തോടെ അവരെ സഹകരിച്ചുകൊണ്ട് അവരോടൊപ്പം കഴിയുക എന്നുള്ളത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയൽവാസികളോടുള്ള ബാധ്യതയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ സാല ജിബ്രീൽ യൂസീനി ബിൽ ജാരി ഹത്താ വനന്തു അന്നഹു സയുവരിസുഹു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം
അയൽവാസികളെ സംബന്ധിച്ച് അവർക്ക് നൽകേണ്ടുന്ന ബാധ്യതകളെ സംബന്ധിച്ച് ഇങ്ങനെ എന്നെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉപദേശിച്ച് ഞാൻ വിചാരിച്ചു പോയി, എന്റെ സമ്പത്തിൽ നിന്ന്, എന്റെ ആസ്തിയിൽ നിന്ന് അയൽവാസിക്ക് എന്തെങ്കിലും ഈ അനന്തരാവകാശമായി നൽകേണ്ടി വരുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അത്രത്തോളം അയൽവാസികളോട് ബാധ്യതയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് സമാധാനവും സൗഹാർദ്ദവും ശാന്തിയും നിലനിൽക്കണമെങ്കിൽ മറ്റുള്ള ആളുകളോട് നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറുക എന്നുള്ളതാണ്. അവരോട് നല്ല രൂപത്തിൽ സംസാരിച്ച് പെരുമാറിയും അവരോട് സഹകരിച്ചും സഹായിച്ചും അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്ന രൂപത്തിൽ അവരെ സഹായിച്ചുകൊണ്ട് ആ അയൽവാസികളായ ആളുകളെ നമ്മൾ നല്ല രൂപത്തിൽ നോക്കുക എന്നുള്ളത്. അതേപോലെ മറ്റുള്ള നമ്മുടെ സഹോദരന്മാർ ജോലി ചെയ്യുന്നിടത്തോ കച്ചവടത്തിലോ അങ്ങനെ തുടങ്ങി ആരെല്ലാം നമ്മുടെ കൂട്ടുകാരായുണ്ടോ അവർക്കെല്ലാം സഹകരിക്കുക, അവരോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളതാണ്. അത് മതമുള്ള ആളുകളാണെങ്കിലും ശരി, മുസ്ലിമീങ്ങളാണെങ്കിലും ശരി, അമുസ്ലിമീങ്ങളാണെങ്കിലും ശരി, അവരോടൊപ്പം എല്ലാം നല്ല രൂപത്തിൽ പെരുമാറണം, നല്ല രൂപത്തിൽ സംസാരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നാട്ടിലുള്ള ആളുകൾക്കും നാട്ടിന്റെ അഭിവൃദ്ധിക്കും വേണ്ടിയും അതേപോലെ ജനങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയും ഈ രാജ്യം നൽകുന്ന ഈ നിയമങ്ങൾ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം അതേപോലെ സത്യസന്ധതയും വിശ്വസ്തത, വാക്കുപാലിക്കൽ തുടങ്ങിയ ഇസ്ലാമിക മൂല്യങ്ങൾ പാലിച്ചുകൊണ്ടും നമ്മളിവിടെ ജീവിക്കുക. അതേപോലെ നമ്മുടെ കച്ചവടത്തിലും ജോലിയിലും സത്യസന്ധത പാലിക്കുക. ഒരാളെയും ചതിക്കുന്ന, ഒരാളോടും കള്ളത്തരം കാണിക്കുന്ന, ഒരാളെയും വഞ്ചിക്കുന്ന ഒരവസ്ഥ നമ്മൾ സത്യവിശ്വാസിയായ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഒരിക്കലും മറ്റുള്ള ആളുകൾക്ക് ഈ ഭാരമുള്ള ആളുകളാവാൻ പാടില്ല, മറിച്ച് പ്രയാസം നൽകാത്ത, മറ്റുള്ള ആളുകൾക്ക് എളുപ്പം നൽകുന്ന ആളുകളായി മാറണം എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഒരു സത്യവിശ്വാസി ഈ നാടിനോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ഈ നാട്ടിൽ സംഭവിക്കുന്ന ഫിത്നകളും കുഴപ്പങ്ങളും ഫസാദുകളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്, വർഗീയത ഉണ്ടാക്കുന്നത്, ജാതി മതഭേദം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളോട് വർഗീയത കാണിക്കുന്നത്, അങ്ങനെയുള്ള ഒരു അവസ്ഥയും നമ്മുടെ സത്യവിശ്വാസികളായ നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ. നിങ്ങൾ ഒരു ഫിത്നയെ, ഒരു കുഴപ്പത്തെ നിങ്ങൾ ഭയപ്പെടുക. ആ ഒരു കുഴപ്പം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോ അക്രമികളായ ആളുകളെ മാത്രമല്ല ശിക്ഷിക്കുന്നത്, മറിച്ച് ആക്രമണം ചെയ്തതിന്റെ പേരിൽ എല്ലാവരെയും ചിലപ്പോ ആ ശിക്ഷ പിടികൂടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നാടിന്റെ ഐക്യത്തിനും സുരക്ഷിതത്വത്തിനും സമാധാനത്വവും കാത്തു സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും പ്രാവർത്തികമാക്കുക. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ സ്വാതന്ത്ര്യം എന്ന ഈ അനുഗ്രഹത്തെ മനസ്സിലാക്കിക്കൊണ്ടും പ്രവാചക മാതൃക പിൻപറ്റി നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും അതിന്റെ നന്മക്കായി പ്രവർത്തിക്കുകയും ചെയ്യുക. അതേപോലെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുന്ന, അയൽക്കാരോട് നല്ല സ്നേഹത്തോട് പെരുമാറുന്ന, നല്ല രൂപത്തിലുള്ള നല്ല സ്വഭാവത്തിലുള്ള നല്ല മുസ്ലിമീങ്ങളായി നമ്മൾ മാറുക. അതോടൊപ്പം ഈ രാജ്യത്തിന്റെ സമാധാനത്തിനെയും പുരോഗതിക്കും അതേപോലെ ഐശ്വര്യത്തിനു വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ രാജ്യത്ത് സമാധാനവും ശാന്തിയും ഐക്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നീ നൽകണമേ. ഈ രാജ്യത്തെ എല്ലാവിധ കുഴപ്പങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങൾ ഈ രാജ്യത്തിന് ഉപകാരമുള്ള പൗരന്മാരാക്കി നീ മാറ്റണമേ റബ്ബേ. ഞങ്ങളുടെ നേതാക്കളെ നീതിയും അതേപോലെ ധർമ്മവും അനുസരിച്ച് നല്ല ഭക്തിയോടുകൂടി നല്ല രൂപത്തിൽ അധികാരം നടത്താനുള്ള തൗഫീഖ് നീ അവർക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعل لنا من كل هم فرجا ومن كل ضيق مخرجا ومن كل بلاء عافية. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا إنك أنت الغفور الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصل اللهم وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر أشهد أن لا إله إلا الله